മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല. കുഴഞ്ചടി പുണ്ണാറ് തോന്നിയാസം പറയല്ലേ. അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ചേച്ചിയാണിത്. അപ്പൊ എന്തൊക്കെയാണ് ചേച്ചിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഞാൻ ചിക്കൻ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാല് വല്ലപ്പോഴും കഴിക്കാറുള്ളൂ. എന്താ ചേച്ചി ചിക്കൻ വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. അപ്പത്തേ പറയൂ ചേച്ചി, ബാക്കി പറയൂ. ഞാൻ ഇറച്ചി വാങ്ങാറില്ലേ? ഞാൻ കൊല്ലിക്കാറില്ല. ഞാൻ കടയിൽ പോയിട്ട് ഒരു കോഴിയെ കൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. പാവം ചേച്ചിയാണ് കേട്ടോ. പിന്നെ ചേച്ചി വല്ലപ്പോഴൊക്കെ ചിക്കൻ കഴിക്കൂന്നേ ഉള്ളൂ, പക്ഷെ കൊല്ലിക്കാറില്ല. ചേച്ചി ഇങ്ങനെ ജീവനോടെ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ അങ്ങ് മെഴുങ്ങത്തേ ഉള്ളു. അല്ല, ചേച്ചി കൊല്ലിക്കത്തില്ല. ചേച്ചി വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള ചേച്ചി ഞാൻ കളിയാക്കിയല്ല. ഞാൻ എപ്പോഴെങ്കിലും ഒരു ഹോട്ടലിൽ പോയി, കാരണം ഞാൻ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ക്രിസ്ത്യനാണ്. ഇറച്ചി ആഴ്ചയിലും കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാ. ചേച്ചി ആഴ്ചയിൽ ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് പറ്റി? ഇപ്പൊ എന്തുകൊണ്ട് ചിക്കൻ കഴിക്കുന്നില്ല? അതോ ചേച്ചി ചിക്കൻ കഴിക്കുമോ ഇല്ലയോ? ചേച്ചി നേരത്തെ പറഞ്ഞു ചിക്കൻ കഴിക്കും പറഞ്ഞു, പിന്നെ പറയുന്നു കൊല്ലത്തില്ല, പക്ഷെ ചിക്കൻ വല്ലപ്പോഴും കഴിക്കും. ഇപ്പൊ പറയുന്നു ആഴ്ച ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്താണ് ചേച്ചി പറയുന്നത്? ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനിപ്പോ എന്റെ വീട്ടിലൊരു കോഴി ഉണ്ടെങ്കിൽ പോലും തന്നെത്താനെ ചത്തുപോകുന്ന, അല്ലാതെ കൊല്ലത്തില്ല. ഒരു മീനെ പോലും പിടിച്ച് വളർത്തുന്നതിനെ മത്സ്യം കഴിക്കാറുണ്ട്. എങ്ങനെയാണ്? ഇപ്പൊ കുറവാണ്. ഇതിഞ്ഞിപ്പോ ആരും നോക്കണ്ട. ചേച്ചി ഇങ്ങനെയാണ്. ചേച്ചി എല്ലാം വളരെ കുറച്ച് കഴിക്കാറുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പറയും ഇതണക്ക് ആഴ്ച കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാന്ന് പറയും. ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം ജീവന് വില കൊടുക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല. എങ്ങനെ ആയതുകൊണ്ട് ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ ചിക്കൻ കഴിക്കുന്നവരെല്ലാം ജീവന് വില കൽപ്പിക്കാത്തവരാണോ? എന്താണ് ചേച്ചി ഇങ്ങനെ? ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല ചേച്ചി എന്തൊക്കെയാ പറയുന്നതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? തീർച്ചയായിട്ടും മനസ്സിലായി കാണത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഓർത്ത് തല പുണ്ണാക്കാതെ അടുത്ത വീഡിയോയിലേക്ക് പോവാം. മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല. അശ്ശോ, ചേച്ചി മേക്കപ്പ് ഒന്നും ഇടാറില്ല. ചേച്ചിയെ പറ്റി ആരെങ്കിലും തോന്നിയ ദിവസം പറഞ്ഞോണ്ടല്ലോ. ചേച്ചി കാണുമ്പോൾ തന്നെ അറിയാം ചേച്ചി മേക്കപ്പ് ഒന്നും ഇടാറില്ല. ഇത് മേക്കപ്പ് ഒന്നും ഇല്ല, ഇത് മാത്രമേ ബ്ലഷ്, ലിപ്സ്റ്റിക്, കണ്ണിലേക്ക് അത്രേ. പിന്നെ ഇത്തിരി ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പിന്നെ ബ്ലഷ്, അതൊക്കെ ഒരു മേക്കപ്പ് ആണോ സുഹൃത്തുക്കളെ? ஹாய் ஃப்ரெண்ட்ஸ், ஒரு மலையாள பெண்குட்டி ஈ பாட்டு பாட சொல்லி என்கிட்ட பறஞ்சாണ്. அதனால நான் இப்ப பாட போறேன்னா நல்லா கேட்டுக்கிடுங்க. എന്താ നിന്റെ ഉദ്ദേശം? தமிழ்நாடு ஃப்ரெண்ட்ஸ், கேரளா ஃப்ரெண்ட்ஸ், ரெண்டு பேருக்கும் செம்ட்டு ரெண்டு பேருக்கும் நான் பாட்டு பாட போறேன். പാട് ചെറുക്കൻ പറഞ്ഞ പാടുന്ന ഇറക്കാനാണ് തോന്നുന്നു. കറുകറുത്തവളേ കരുണീല കണ്ണാല കാക്കു മുന്തനെ കാൽ കുഴഞ്ചടി പുണ്ണാറ്. എന്തു ഞാൻ കേട്ടെ? തോന്നിയാസം പറയല്ലേ, ഇവിടെ കിടന്ന് പറഞ്ഞേ. തവളേ കരുണീല കണ്ണാല കാക്കു മുന്തനെ കാൽ കുഴഞ്ചടി പുണ്ണാറ്. ഓക്കെ ഫ്രണ്ട്സ്, ഇവന്റെയൊക്കെ ആരെ ഈ പാടാൻ പറയുന്നത്? അടുത്തതായി വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു പയ്യനാണ്. അടി കൊണ്ട് പമ്പരം കറങ്ങുന്നതൊക്കെ കറങ്ങിയിട്ട് അവൻ ചോദിക്കുന്നു ഗോള് കേറിയോന്ന്. അതിന് പകരം നീയല്ലേ കേറി ഇവരുണ്ട്. എന്നിട്ട് നിഷ്കളങ്ക മുഖമുള്ള സ്മാൾ ഡാഡി ഗിരിജയെ കാണിച്ചു തരാം. ചോദിക്കാൻ മറന്നു, മുരുകനോട് ആര് വന്നു പറയണം. ഡാഡി ഗിരിജ. നല്ല രസമുണ്ട് അല്ലേ? കൊള്ളാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക.